പി കേശവദേവ് അനുസ്മരണം സംഘടിപ്പിച്ചു. ദേവികുളങ്ങര പുതുപ്പള്ളി മോഡേൺ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിലാണ് കേശവദേവ് അനുസ്മരണം നടത്തിയത്. SSLC +2 വിജയികൾക്ക് അവാർഡുകളും വിതരണം ചെയ്തു. പുതുപ്പള്ളി മോഡേൺ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിലാണ് വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് പി കേശവദേവ് അനുസ്മരണം സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷാ വിജയികൾക്ക് അവാർഡ് വിതരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളിക്കല ടി ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ചില ചുവടുവെപ്പുമായിട്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ സെക്രട്ടറി ഇപ്പോഴുള്ള ലൈബ്രറിയിലൊക്കെ ആയിട്ട് അപ്പോൾ കഴിഞ്ഞ വരുന്നത് ഞാനായതുകൊണ്ട് കുറേ കാര്യങ്ങൾ എന്നിലൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ നേരം എനിക്ക് ഇച്ചിരി ഫ്രീ കിട്ടിയ ദിവസം അവരെന്നെ വിളിച്ചിരുത്തി ചെയ്യിക്കുമായിരുന്നു. ഒരു പള്ളി പോലും ആക്കിയില്ല. അതിൻ്റെ ഓടി ഇങ്ങോട്ട് വന്നത് ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും തീരുന്നതല്ല. അവിടെ വർഷങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജോലി ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഓടി ചെയ്തത്. എൻ്റെ മനസ്സിൽ ഞാൻ എവിടെ പോയാലും വായനശാല എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ അത് എവിടെ ചെന്നാലും എനിക്കുണ്ടാകും. ലൈബ്രറി പ്രസിഡന്റ് S പവനനാഥൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ N വിജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S രേഖ, ലൈബ്രറി കൗൺസിൽ അംഗം S ആസാദ്, കൃഷ്ണൻകുട്ടി നായർ, കപിൽ ദേവ, സുരേഷ് കുമാർ D, മനോരാജ്, S ധരൻ, സലിം കല്ലേലി, ലീന രാജു എന്നിവർ പങ്കെടുത്തു. പുസ്തക വായനയിലൂടെ നോവൽ കഥയും മാത്രമല്ല ഏത് ഫീൽഡിലുള്ളതും നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ ഞാൻ സയൻസ് പഠിച്ചാണ്. ഞാൻ BSc ഗ്രാജുവേറ്റ് ആണ്. ക്ലാസ് എവിടെ പാസ്സാകണം. എനിക്കത് MBBS അഡ്മിഷൻ കിട്ടും. എന്നേക്കാൾ മാർക്ക് കുറഞ്ഞവർ മെഡിക്കൽ കോളേജിൽ MBBS ചേർന്നു. ഞാൻ ചേർന്നില്ല. എനിക്ക് ആ പ്രൊഫഷൻ ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ആളല്ല. ന്യൂസ് ബ്യൂറോ, കായംകുളം.